ഇന്നലെ മുതൽ എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഹനാൻഷയുടെ വ്ളോഗിനകത്ത് നടന്ന ഇഷ്യൂ ഒന്ന് അഡ്രസ്സ് ചെയ്യൂ, അരി മേടിക്കാനുള്ള വകുപ്പ് ഹനാൻഷയുടെ വ്ളോഗിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് #ഹനാൻഷ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് കണ്ടു. ഞാൻ സ്ഥിരമായിട്ട് ഹനാൻഷയുടെ വ്ളോഗ് വീഡിയോസ് കാണുന്നൊരു വ്യക്തിയല്ല. പക്ഷെ എൻ്റെ ഫീഡിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഞാൻ കയറി കാണാറുണ്ട്. രസകരമായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്, ഡേ ലൈഫ് വ്ളോഗുകളാണ് അധികം ചെയ്യാറ്. എനിക്ക് തോന്നുന്നത് ഹനാൻഷയുടെ പാട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹനാൻഷയുടെ ഞാൻ കണ്ട വീഡിയോസിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു പേഴ്സണുമാണ് കേട്ടോ. ഭയങ്കര രസമാണ് അവരുടെ ഒരു ബ്രദർ വൈബും മൊത്തത്തിൽ അവരുടെ ആ വ്ളോഗും ഒക്കെ ആ ഒരു മലപ്പുറത്തിൻ്റെ എസെൻസ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഡെയിലി എടുത്ത് വെച്ച് കാണുന്ന ഒരു ചാനലുകളുടെ കൂട്ടത്തിലുള്ള ഒരു ചാനലല്ല ഹനാൻഷയുടെ. ബട്ട് എൻ്റെ വീട്ടിലൊക്കെ സ്മാർട്ട് ടി വിയിലിപ്പോൾ അധികം യൂട്യൂബ് ചാനൽസാണ്, പണ്ടത്തെ സീരിയലുകളെ റീപ്ലേസ് ചെയ്ത് യൂട്യൂബ് ചാനൽസാണ്. സോ ഞാൻ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഹനാൻഷയുടെ എല്ലാ വീഡിയോയും ഒന്നും ഇടാതെ കാണുന്ന ആളുകളാണ് എൻ്റെ വീട്ടിലുള്ളവർ. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഹനാൻഷാനായിട്ട് നിനക്ക് അറിയുമോ, ബന്ധമുണ്ടോ, നീ കാണാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? ഞാനങ്ങനെ അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ഹനാൻഷായിട്ടുള്ള വ്യക്തിയല്ല, ബട്ട് സംസാരിക്കാറുണ്ട്. നല്ല ഹമ്പിളായിട്ടുള്ളൊരു പേഴ്സണാണ്. 1-2 വട്ടം കോൾ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വട്ടം കണ്ടിട്ടുണ്ട്. സോ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഒരു കുറച്ച് നേരത്തിന് ഇൻട്രാക്ഷൻ കാരണം വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ളൊരു വൈബ് നമുക്ക് കിട്ടി. വീഡിയോസിൽ എങ്ങനെയാണോ അതിനേക്കാൾ ഭയങ്കര ഒരു ഹമ്പിൾ ഹ്യൂമൻ ബീയിങ് ആണ് ഹനാൻഷ. എൻ്റെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എന്താണെങ്കിലും ഹനാൻഷാൻ്റെ റീസെൻറ്റ് വ്ളോഗിലുണ്ടായ ഇൻസിഡൻറ്റ് 2 വീഡിയോസാണുള്ളത്. എന്നും പാവമായി നിന്നാൽ ഇതാവും അവസ്ഥ. ഓക്കെ, പിന്നെ ഇന്നലെ നടന്നതെന്ത്, ഇനി നടക്കാൻ പോകുന്നതെന്ത്, മൈ എക്സ്പ്ലനേഷൻ ഓൺ വ്ളോഗ്, അത് ഇന്നിട്ടത്. ആക്ച്വലി ഈ 2 വീഡിയോയുടെയും ആ ഒരു ഇഷ്യൂയുടെ ബേസ് എന്താ വെച്ചെങ്കിൽ, ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് ബ്രദറിൻ്റെ സ്കൂളിലേക്ക് ആളെ തികയുന്നില്ല. ഓക്കെ, അവർ കൂട്ടിയിട്ട് കൂടുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ച് വരുത്തി അവർ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ് ബ്രദർ. അപ്പോൾ ബ്രദറിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഹനാൻഷ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകുന്നു. കുട്ടികളപ്പോൾ ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ കൊടുത്തവർക്ക് അറിയാം, ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. സ്മോക്ക് കെയർ ഉണ്ടോ, ആൽക്കഹോൾ ഉണ്ടോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഹനാൻഷ അകത്ത് കയറുന്നു. അവിടുന്ന് ഹനാൻഷയ്ക്ക് ജലദോഷമുള്ളത് കൊണ്ടും തലേ ദിവസം രാത്രി ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടും ഹനാൻഷയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടു. പുറത്തിറങ്ങി വരുന്ന ഹനാൻഷയോട് ഈ ചില സ്കൂളിലും കോളേജൊക്കെ നിങ്ങൾ ഏത് ഏജ് കാറ്റഗറി നിങ്ങൾ വിട്, ചില ആളുകളുണ്ട്. ഓക്കെ, ആളുകൾക്ക് 4 ആളൊപ്പം നിൽക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ സംസാരം കയറി വരും. അല്ലെങ്കിൽ വേറൊരാളെ ഒന്ന് കളിയാക്കിയാലോ അല്ലെങ്കിൽ അവനെ ഒന്ന് കോഴിയാക്കി വിട്ടാൽ ഞാൻ മാസാവും എന്നുള്ള ഫീലിൽ 4 ആളെ മുന്നിൽ ഷൈൻ ചെയ്യാൻ, 4 ആളെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് വേറൊരാളെ വളരെ മോശമായ രീതിയിൽ പറയുന്ന ഒരു തരം ആറ്റിറ്റ്യൂഡ് ചില ആളുകൾ കൊണ്ട് നടക്കാറുണ്ട്. ഒട്ടും നന്നല്ലാത്ത പരിപാടിയാണ്. നാട്ടിൽ വളരെ എന്താ പറയുക, കൊളോക്കിയൽ ലാംഗ്വേജിൽ പട്ടി ഷോ എന്ന് പറയും. ഈ സംഗതി പട്ടി ഷോ എന്ന് പറയാനുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഡോഗ്സിനെ അത്ര ഇഷ്ടപ്പെടുന്നു, ഡോഗിനെ ഇട്ട് അത്രയും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. നമ്മളെ ഡോഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ആൾ കൂടുമ്പോൾ നമ്മുടെ ഡോഗൊന്നും ഇങ്ങനെ ഷോ കാണിച്ചിട്ട് നടത്തേണ്ടത്. എല്ലാ ഡോഗ്സിനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു എക്സ്ട്രാ ഷോ ഉണ്ട്. ആ എക്സ്ട്രാ ഷോ ഒരു പട്ടി ഷോ ആണ് ഈ ചെക്കൻ ഹനാൻഷയോട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റാതെ ആ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹനാൻഷയോട് ഈ ചെക്കൻ വളരെ മോശമായ രീതിയിൽ, വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കനാണെന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. ഹനാൻഷ ആയതുകൊണ്ട് മാത്രം അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ലേറ്റർ ഓൺ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ പയ്യൻ്റെ ഫോട്ടോ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഹനാൻഷ അത് ട്രിം ചെയ്ത് കളഞ്ഞു. ഞാൻ ആ ഹനാൻഷ ട്രിം ചെയ്ത് കളഞ്ഞതുകൊണ്ട് തന്നെ ഞാനും ആ പോർഷൻസ് എന്ത് ചെയ്യുന്നില്ല, ഞാനും കാണിക്കുന്നില്ല. ഞാൻ അതിന് വരെ അതൊക്കെ ബ്ലറാക്കി വെച്ചിട്ടാണ് ഞാനും ചെയ്യുന്നത്. കാരണം ഹനാൻഷ അത് ഇന്നിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, ആ പയ്യനെ വിളിച്ചു, വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു, പറഞ്ഞൊന്ന് സെറ്റിലാക്കി. ഹനാൻഷയുടെ വീഡിയോ ഒന്നും ആ പോർഷനൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഹനാൻഷ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ആ ഒരു പയ്യൻ്റെ ഐഡൻറ്റിറ്റി, അവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ബട്ട് സ്റ്റിൽ ചെയ്തത് വളരെ മോശം പരിപാടിയാണ്. ചോദിച്ച ചോദ്യവും ഒരുമാതിരി മുഖത്തുനിന്ന് കൈയെടുക്കാൻ പറ്റാത്ത ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഹനാൻഷ ആ ഒരു സാധനം സോർട്ട് ചെയ്തതുകൊണ്ട് നമ്മളും ആ സാധനം എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് വിടേണ്ട ആവശ്യം നമുക്കും ഇല്ല. എന്താണ് ആ ഇൻസിഡൻറ്റ് ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്താണ് ആ ചെക്കൻ ഹനാൻഷയോട് ഇത്ര വൃത്തിയോട് ചോദിച്ചതെന്നുള്ളത് നമുക്കറിയാലോ. ഞാൻ മോളോട് പറയട്ടെ, മുത്തേ ആരോഗ്യനാക്കപ്പെട്ടു, ജലദോഷം ഉണ്ട് പറയണ്ട, ജലദോഷ സീന അതിൽ ജലദോഷം കണ്ടില്ല, അവിടെ ചെല്ലാണ്ട്
അപ്പം ഇതാ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണില്ല, കാരണം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ അഫിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോണത്. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ എനിക്കതിന് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കിന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളതാണ്. എൻ്റെ കൂടെ 4 ആളുണ്ട്. നമ്മളെ ബാഗ് ഇപ്പോഴും പാക്ക് ആയിട്ടില്ല. പക്ഷേ അഫിക്ക് സ്റ്റിൽ അവൻ്റെ സ്കൂൾക്ക് 4 ആളെ തേക്കാൻ ആളോടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയത്. ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് വേറെ തന്നെ. അത് ഇന്നെ നേരിട്ട് അറിയുന്നവർക്ക് ഇന്നെ നേരിട്ട് കണ്ടവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അതിന്ന് വേർതിരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ചെക്കനും അവൻ്റെ സ്കൂളത്തെ അഫിൻ്റെ സ്കൂളത്തെ ഏതൊരു ചെക്കനും 4 ആൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് പാവായി നിൽക്കണോ, അതായത് എനിക്കൊരു ലൈഫ് ലെസൺ പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങൾ എത്ര കണ്ട് നിങ്ങളെല്ലാവരും പാവായി നിൽക്കണോ അത്രയും കണ്ട ആൾക്കാർ നിങ്ങളെ മേത്ത് കയറുള്ളൂ. അതൊരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഹനാൻ ഷാ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമല്ല. ഹനാൻ ഷാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ആരെയും ഉപദ്രവിക്കാനോ ഒട്ടും താല്പര്യമില്ലാത്തൊരു ഹ്യൂമൻ ബീങ് ആണെന്നുള്ള ഹനാൻ ഷാനെ പറയുന്നുണ്ട്. പിന്നെ പാവമായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഡെയിലി വ്ളോഗുകൾ ആളുകൾ കാണുമ്പോൾ ഹനാൻ ഷായെ കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ട്. ഇതൊരു വെരി നെക്സ്റ്റ് ഡോർ ബോയ് ആണല്ലോ, അപ്പോൾ നമ്മുടെ തന്നെ ബ്രദേഴ്സിൻ്റെ കൂട്ടത്തിലുള്ളൊരു അങ്ങനെയൊക്കെ തോന്നിയിട്ട് പലരും പാവം എന്നുള്ള രീതിയിൽ ഹനാൻ ഷാനെ അപ്രോച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഹനാൻ ഷായ്ക്ക് ചില വള്ളികൾ പിടിക്കേണ്ട അവസ്ഥ വന്നു എന്നൊക്കെ ആ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ചോദിച്ച ചോദ്യം, ഓക്കെ, ഈ പയ്യൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ഞാൻ എടുത്ത വീഡിയോനകത്ത് ഹനാൻ ഷാ ഇട്ട സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഡൗൺലോഡ് ആക്കിയപ്പോൾ എനിക്ക് ആ കംപ്ലീറ്റ് സാധനം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹനാൻ ഷാ ട്രിം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ആ പയ്യൻ ഹനാൻ ഷായുടെ വീട്ടിൽ പോയി അത് സോർട്ട് ചെയ്തുകൊണ്ടും ആ പയ്യനെ നമ്മൾ കാര്യമില്ലടേ, അത് വിട്. പക്ഷെ പയ്യൻ ചോദിച്ച ചോദ്യം ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹനാൻ ഷാ. അപ്പോൾ പലരും ചോദിക്കും എന്ത് ചോദ്യമാണ് ആ പയ്യൻ ചോദിച്ചതെന്നുള്ളത്. ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയി എഴുതി കൊടുത്ത് അകത്ത് കയറി ജലദോഷമായതുകൊണ്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റാതെ പുറത്തിറങ്ങിയ ഹനാൻ ഷായോട് ബ്ലോഗ് എടുക്കുന്നുണ്ടെന്നുള്ളത് അറിയാം. ഹനാൻ ഷാ വീഡിയോ എടുക്കുന്നുണ്ട്, മൈക്ക് കയ്യിലുണ്ടെന്നുള്ളത് കൃത്യമായി കണ്ടുകൊണ്ടും, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പട്ടി ഷോ എന്ന് പറഞ്ഞത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ കുട്ടികളുടെ ഇടയിൽ മാസാവാൻ വേണ്ടിയിട്ട് ഇവൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഓക്കെ, പയ്യൻ പബ്ലിക്കായി പറഞ്ഞത് വ്യത്യസ്ത സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാവും ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തത് അല്ലേ? അതൊരിക്കലും ഒരു ചെറിയ തെറ്റോ ഒരു +2കാരൻ യാതൊരു കാര്യവുമില്ലാതെ ചെയ്യേണ്ട കാര്യമായി ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ പാരൻസിനോടോ വീട്ടുകാരോടോ ആണ് ഇങ്ങനെ സംസാരിച്ചതെങ്കിൽ നിങ്ങളുടെ ആ നേരത്തെ മാനസികാവസ്ഥ എന്താവുമെന്ന് സ്വയം മനസ്സിലാക്കുക. എല്ലാവർക്കും ബൗണ്ടറീസ് ഉണ്ട്. ഇനി നിങ്ങളുടെ വീട്ടുകാരോടോ നാളെ ഈ ചോദ്യം ആരെങ്കിലും പബ്ലിക്കായി ചോദിച്ചാലും കുഴപ്പമില്ലാത്തവർക്ക് ആരുടെ സൈഡും നിൽക്കാം, നോ പ്രോബ്ലം. ഓക്കെ, കൃത്യമായിട്ട് ആ വീഡിയോ ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ പയ്യൻ ചോദിച്ച ചോദ്യം അവിടെ കേൾക്കില്ല ആളുകൾക്ക്. ബട്ട് ഹനാൻ ഷാ കൃത്യമായിട്ട് ആ ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. വ്യത്യസ്ത സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാകും ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതല്ലേ? ഹനാൻ ഷാ പുറത്തിറങ്ങി വരുന്നു, ഫണ്ണായിട്ട് അവിടെ ഹനാൻ ഷായ്ക്ക് ഫോം ഫില്ല് ചെയ്തെടുത്ത കുട്ടിയോട് പറയുന്നു, ഈ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ജലദോഷം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ആദ്യം പറയണ്ടേ, ഞാൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, ഉള്ളിൽ കയറി എന്നെ പുറത്താക്കി. ഇതാണ് അവസ്ഥ. ജലദോഷം ഉള്ളത് കൊണ്ട് അങ്ങനെയാണ്. ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പനി, ജലദോഷം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, ആൽക്കഹോൾ, സിഗരറ്റ്, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ടൈമിൽ എന്തുകൊണ്ടാണ് ഒരു ഫണ്ണായിട്ട് ആ പെൺകുട്ടിയോട് ഹനാൻ ഷാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റോ അപ്പുറത്ത് മാസമായതാണ്. പക്ഷെ ഇതല്ല മാസാവേണ്ട രീതി. ആരോട്, ഹനാൻ ഷാ എന്നല്ല ആരോടാണെന്നുണ്ടെങ്കിലും 4 ആളെ മുന്നിൽ നിന്ന് ഈ വേറെ പെൺകുട്ടികളൊപ്പൊക്കെ പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതുകൊണ്ടാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? പല സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് വരുന്ന രോഗം അല്ലെങ്കിൽ വരാവുന്ന രോഗം, അത് കാരണം ആ രോഗമുണ്ടോ അല്ലെങ്കിൽ അതുപോലൊരു രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിക്കാണ് ഈ സാധനം ആ പയ്യൻ പറഞ്ഞു വയ്ക്കുന്നത്. അതൊരു +2കാരൻ എന്നല്ല, വലിയ ആളെന്നല്ല, ആണെന്നല്ല, പെണ്ണെന്നല്ല, വേറെ ഏത് ജെൻഡർ എന്നല്ല, ഒരു മനുഷ്യനും വേറൊരാൾക്ക് നേരെ ത്രൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. അതും ഈ പയ്യൻ ഞാൻ പറഞ്ഞ ഷോ കാണിക്കാൻ വേണ്ടിയാന്നുള്ളത് വെരി എവിഡൻ്റ് ആണ്. ബിക്കോസ് അത്രയും നേരം ഈ പയ്യൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹനാൻ ഷാ. അപ്പോൾ അത് വീഡിയോ ഉണ്ട്, വീഡിയോ ഓണാണ്. ഇന്ന് ആ വീഡിയോനകത്ത് 4 മാസം അടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഹനാൻ ഷാ എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തിയെ അങ്ങോട്ട് 4 ആളെ മുന്നിൽ വൃത്തികെട്ട രീതിയിലാക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഇവൻ ഇത് പറഞ്ഞതിന് ശേഷം വേറെ ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട്. ഞാൻ ആ പോർഷൻ കട്ട് ചെയ്തപ്പോൾ പിന്നെ ആ പോർഷൻ പോയി, ഹനാൻ ഷാ കട്ട് ചെയ്തപ്പോഴും ആ പോർഷൻ പോയി. സത്യമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടി ചെക്കൻ അതിൻ്റെ ഇടയിൽ ഹനാൻ ഷാ തിരിച്ച് ചോദ്യം ചെയ്യാൻ പോയ സമയത്ത് ഹനാൻ ഷാ പോയിട്ടുണ്ട്, തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് മോശമായ പ്രവർത്തിയാണ്, ഇത് ചെയ്യരുത്, ചോദിക്കരുത് എന്നുള്ളത് പറയാൻ പോയപ്പോൾ ഇവൻ വീണ്ടും അങ്ങനെ സാധനം കൂടി അടിച്ചിട്ടുണ്ട് ഈ പയ്യൻ.
ഇവ അപ്പോഴും നിന്നിട്ടില്ല. എന്നിട്ട് വീഡിയോ എടുത്ത് ഹനാൻഷ ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് പോയതിന് ശേഷം, ഇപ്പം നമ്മൾ വീടിന് മുന്നിൽ ഹനാൻഷ ചെയ്ത വീഡിയോ കാണുന്ന ആ ഒരു പൊസിഷൻ്റെ മുമ്പ് ആ സ്കൂളിലെ പോർഷൻ എൻ്റെ ആകുമ്പോൾ ഈ പയ്യൻ ഹനാൻഷാനോട് പോയിട്ട് അവിടെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അവന് സംഗതി മനസ്സിലായി, കയ്യിൽ നിന്ന് പോയി, ഇത് വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഇല്ലാതെ ഇത് വിഷയമാവും നേരമായതുകൊണ്ട് പോയി എന്ത് ചെയ്തു, നേരെ അവിടെ പോയിട്ട് ഹനാൻഷാനോട് പറഞ്ഞു, ഹനാൻഷാ ഫോൺ താത്ത് ഓഫാക്കി, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രദറിനെ കൊണ്ട് ആ സാധനം ഓഫാക്കിപ്പിച്ച്. ഇതാണ് സംഭവം. ഓക്കെ, ഇന്ന് ഹനാൻഷ ഇട്ട വീഡിയോനകത്തും ഹനാൻഷ കൃത്യമായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് എന്താണ് ലേറ്റർ ഓൺ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ഞാൻ അതായത് പറഞ്ഞ വ്യക്തിനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫേസും കാര്യങ്ങളും ഞാനന്ന് റിമൂവ് ചെയ്യും എന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിരുന്നു. ആസ് പ്രോമിസ്ഡ് ഞാനത് ചെയ്തു. കാരണം എനിക്കറിയാം, ആഫ്റ്റർ ഓൾ അതൊരു കുട്ടിയാണ്, ലൈക്ക് ഒരു ചെറിയ പയ്യനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും ഫ്യൂച്ചറുള്ള ആൾക്കാരാണ്, ഫ്യൂച്ചറുള്ള ചെക്കന്മാരാണ്. ഒരു നേരത്തെ മണ്ടത്തരത്തിൻ്റെ പുറത്ത് ചെയ്തു പോണ കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ വലിയ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ വിലകൾ കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങളിങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നടന്നു പോവാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉപ്പ ഒരു രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി. നിങ്ങൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രക്തം കൊടുക്കാൻ വരെ ഒരു ഏരിയ വരെ പോയി. അപ്പോൾ നിങ്ങൾ ഉപ്പ അസുഖങ്ങളുള്ളത് കൊണ്ട്, അതായത് ജലദോഷം, സിട്രസിന് തലേ ദിവസം മരുന്നെടുത്ത കാരണത്തിനാൽ രക്തം കൊടുക്കാൻ പറ്റൂല, വേറൊരു സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ മടക്കി വിടുന്നു. നിങ്ങൾ ഉപ്പ ഇങ്ങനെ തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ മൈൻഡാക്കാണ്ട് നടന്ന് പോകുമ്പോൾ, അത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് നമ്മളെ പാട്ടിന് പോകുമ്പോൾ, ഒരാളുടെ ഒരു വാക്ക് പോലും സംസാരിക്കുന്ന കുത്തുവാക്കുകളും പറയുന്ന ഒരു പാട്ടിന് പോകുമ്പോൾ ഒരാൾ നമ്മളോട് സൈഡിൽ നിന്ന് പറയാണ് 2-3 പെണ്ണുങ്ങളെ കൂടെ കടന്നുകൊണ്ടാവൂലേ രക്തം കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ, ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ എപ്പമാർക്ക് വേദനിക്കുമെന്ന് അറിയില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തായാലും വേദനിക്കും. ഒന്നുമില്ലെങ്കിൽ മറ്റേ നീമ്പോളിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ മൂക്കിന് താഴെ മീശുള്ള ഒരാൾക്ക് വേദനിക്കും. അപ്പോൾ അതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ ഉമ്മയാണ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ആണുങ്ങളൊപ്പം കടന്നുകൊണ്ടാവൂലേ രക്തം കൊടുക്കാൻ പറ്റാത്തെന്നുള്ളൊരു സംസാരം വരുമ്പോൾ, എന്തായാലും ഒരു സ്കൂൾ വിദ്യാർത്ഥിൻ്റെ അടുത്ത് നിന്ന് ഒരു അറിയാത്ത ഒരാളോട് സംസാരിക്കേണ്ട സംസാരമല്ല സംസാരിച്ചത്. ഇപ്പോൾ എന്നോട് ഇപ്പോൾ പറയാം, നേരിട്ട് വന്നിട്ട് പറയാം, ബ്രോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ലേ, ബ്രോ കഞ്ചാവ് അടിച്ചില്ല, അതുകൊണ്ടല്ലേ പറ്റാത്ത. അപ്പം എനിക്കത്ര വേദനിക്കില്ല. പക്ഷേ ഈ സബ്ജക്റ്റ് ഇങ്ങനെ ചിന്തിച്ചവർക്ക് മനസ്സിലാക്കാം, അതായത് 2-3 ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും എയ്ഡ്സ് സംഭവം കാര്യങ്ങൾ അങ്ങനത്തെ, അല്ലെങ്കിൽ HIV എന്തെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യനും അതുകൊണ്ടാവും ബ്ലഡ് കൊടുക്കാത്തതിലെന്ന് തമാശ രൂപേണ പോലും ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ ചെക്കനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോറ് തിന്നവർക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു, ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുഖം ഒഴിവാക്കി തരും, വേറെ ഒന്നും എനിക്ക് കാര്യം ചെയ്യാല്ല, എനിക്ക് എന്നോട് പേഴ്സണലി ദേഷ്യമില്ല. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് വീട്ടിലേക്ക് അവരെ ക്ഷണിച്ച് ഭക്ഷണം അടക്കം കൊടുത്തിട്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷം. കാരണം എനിക്കൊരു പ്രശ്നത്തിന് താല്പര്യമില്ല, ടു ബി ഹോണസ്റ്റ്. ആരോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനില്ല. ഞാൻ എൻ്റെതായ പാതയിലൂടെ നടന്നു പോണ മനുഷ്യനാണ്. കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, ഇപ്പം എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. കാരണം അത്രയും പബ്ലിക്കായിട്ട് ഇപ്പോൾ ഹനാൻഷായ്ക്ക് ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റി. ആങ്കർ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ബെറ്ററാണ്. ബട്ട് ഡെഫിനറ്റ്ലി മനസ്സിനകത്തൊരു സങ്കടം കാണുകൂടി, ആർക്കാണെങ്കിലും ഒരു സങ്കടം കാണും. കാരണം നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരു റെസ്പെക്റ്റിൻ്റെ സീനും അവിടെ വരും. നമ്മളേക്കാൾ ഏജ് കുറഞ്ഞ ഒരാൾ നമ്മളെ മുഖത്ത് നോക്കിയിട്ട്, പിന്നെ ഈ ആളപ്പം പെൺകുട്ടികളപ്പം അങ്ങനെ പോയതുകൊണ്ടല്ലേ, അതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു സാധനം വരും. മനസ്സിലായോ? എസ്പെഷ്യലി സ്കൂൾ യൂണിഫോം ഇട്ട് NSSൻ്റെ ഭാഗമായിട്ട് നിന്ന് അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ ഇവർക്ക് ആളെ തികയാത്ത സമയത്ത് വിളിച്ചു വരുത്തിയ ഒരാൾ, അതും വ്ളോഗ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നൊരു സമയം, അവനേക്കാൾ ഏജ് മൂത്തൊരാൾ, ഇനിയിപ്പോൾ ഏജ് കുറഞ്ഞ ഒരാളോടാണെങ്കിലും ഒരേ ഏജിലുള്ള ആളോടാണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അയാളെ ഹാം ചെയ്യുന്നത് ഒട്ടും നല്ല പ്രവൃത്തിയല്ല. ആൻഡ് ഹനാൻഷ വലിയൊരു കയ്യടി. കാരണം ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ സാധനം ഏതോ കാര്യത്തിൽ എങ്ങനെയോ പോയിരുന്നു. ഞാൻ ഇവിടെ ഒന്നും പരിപാടി നിൽക്കില്ല. അങ്ങനെ നമുക്കൊന്നും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ട്രിഗറാവും, പെട്ടെന്ന് ദേഷ്യം വരും. ചിലപ്പോൾ കുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. ബട്ട് സ്റ്റിൽ ഇതൊരുമാതിരി ഷോ കാണിച്ചത്, അതിന് കൃത്യമായിട്ട് അവിടെ വെച്ച് ആ ചെക്കനെ കട്ട് ചെയ്ത് അവന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഹനാൻഷയുടെ കുറേ കമൻറ്റ് ബോക്സിൽ കുറച്ചധികം പേര് വന്നിട്ട് എന്തിനാണ് മോശമായി, വെറും തമാശയായി രൂപേണ പറഞ്ഞ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ആ ചെക്കൻ്റെ മുഖം കാണിക്കേണ്ടിയിരുന്നില്ല, കാണിച്ചത് ഇതായി, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് ചില ആളുകൾക്ക് തിരുത്താൻ ഇത് നല്ലതാണ്. ഇനി ഈ ചെക്കൻ
4 ആളുടെ നിന്ന് വേറൊരാൾക്കെതിരെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യില്ല. വളർന്നു വരുന്ന പ്രായം ഇനി ഷൂട്ട് ചെയ്യില്ല. ഇതിന് ഹനാൻഷ റിപ്ലൈ കൊടുക്കാതെ പോയാലോ, ഹനാൻഷ ഇത് കണ്ടിട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് കേട്ടിട്ട് പോയാലോ അവിടെ എന്ത് രജിസ്റ്റർ ആവും? ഹനാൻഷ എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര ഒരു മോശക്കാരനായതുകൊണ്ട് ഇവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല. അവൻ അങ്ങനെ ചെയ്യണവനാവും, അതുകൊണ്ടല്ല ഇപ്പോൾ റിപ്ലൈ തരാ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരാം. ഇല്ലെങ്കിൽ ഒരു പാവമാണ് ഓൻ, നമുക്ക് എന്തും പറയാം, ഓനെ നമുക്ക് എല്ലെടുത്തറിയാം, ഓനെ കൂക്കാം, ഓനെ നമുക്ക് എന്ത് വൃത്തിയായിട്ടും വിളിച്ച് പറയാം, ഇങ്ങനെയും വരാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഹനാൻഷ കൃത്യമായിട്ട് അവിടെ നല്ല നീറ്റായിട്ട് കാര്യം പറഞ്ഞ് അവിടെ വെച്ച്, അതൊന്നും പറയല്ല, അടിപൊളിയാണ്. ആൻഡ് ഇതേപോലെ 4 ആളെ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് മാസമാവാൻ വേണ്ടി ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഇതേപോലെ ഷോ ഇറക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ മനസ്സിലാക്കുക, ചിലരുടെ കയ്യിൻ്റെ ചൂട് ചിലപ്പോൾ നിങ്ങളറിയും. ഇല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ മാനം കെടുന്ന രീതിയിൽ, നിങ്ങളെ മാനം കെടുത്താൻ പറ്റാവുന്ന രീതിയിൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ മാറി വരാം. ഡിജിറ്റൽ ഏജാണ്, ഓക്കെ. എപ്പോഴാണ് എവിടെ ആരാ വീഡിയോ എടുക്കുക എന്താ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ 4 ആളെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വൃത്തികേടുകൾ വിളിച്ച് വേറെ ആളെക്കുറിച്ച് പറയാൻ ഒരു മടിയില്ലാതെ കാണിക്കുന്ന ആളുകൾക്ക് ഇതൊരു തക്കതായിട്ടുള്ള മാതൃകയാണ്. പണി ഇങ്ങനെയൊക്കെ കിട്ടും, ഓക്കെ. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബി ഇൻ ദെയർ ലിമിറ്റ്സ്, ആ ലിമിറ്റ്സിൽ ഇരിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് കിട്ടും. അങ്ങോട്ട് കൊടുത്താലേ കിട്ടും. നമ്മൾ റെസ്പെക്ട് ചെയ്യണം, വലുത് ചെറുത് അങ്ങനെയൊന്നുമില്ല. വി ഷുഡ് റെസ്പെക്ട് ടീച്ചർ. ഒരു പേഴ്സൺ ടു പേഴ്സൺ റെസ്പെക്റ്റ് വേണം, ഹെൽത്തി ആയിരിക്കണം. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും റെസ്പെക്റ്റ് വെച്ചുള്ള കോമ്പറ്റീഷനും ഹെൽത്തി സാധനമാണ് വേണ്ടത്, ഓക്കെ. ഇതുപോലുള്ള പരിപാടികൾ മക്കൾ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മാസമാവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് തിരിച്ച് ബൂമറാങ്ക് വരി തലകടിക്കും. അപ്പോൾ അടിച്ചൊരു സീനാണ് കണ്ടത്. ആൻഡ് വെൽ ഹാൻഡിൽഡ് അത്രേ പറയുള്ളൂ ഹനാൻഷാൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത ആ ഒരു പ്രവൃത്തി കണ്ടിട്ട്.